മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ട യുവാവിനെ കൊലപ്പെടുത്തിയതിന് ശിക്ഷിക്കപ്പെട്ട ഒരു സ്ത്രീയും 5 കൊലപാതകങ്ങൾ ചെയ്ത യുവാവും വിവാഹിതരാകാൻ പോകുന്നു. ആ വാർത്തയിലേക്കാണ് ഇനി 20th അവർ പോകുന്നത്. രാജസ്ഥാനിലെ അൽവാറിലാണ് സിനിമാ കഥയെ വെല്ലുന്ന ഈ സംഭവം നടക്കുന്നത്. പ്രിയ സേഠ് എന്നറിയപ്പെടുന്ന നേഹ സേഠും ഹനുമാൻ പ്രസാദുമാണ് വിവാഹിതരാകാൻ പോകുന്നത്. ഇരുവർക്കും വിവാഹിതരാകാനായി 15 ദിവസത്തെ അടിയന്തര പരോളും രാജസ്ഥാൻ ഹൈക്കോടതി അനുവദിച്ചിട്ടുണ്ട്. 6 മാസം മുൻപ് ഒരേ ജയിലിൽ കഴിയുമ്പോഴാണ് ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നതും പ്രണയത്തിലാകുന്നതും. 2018 രാജസ്ഥാനെ നടുക്കിയ ദുഷ്യന്ത് ശർമ്മ എന്ന യുവാവിന്റെ കൊലപാതക കേസിലെ പ്രതിയാണ് പ്രിയ സേഠ്. ടിൻഡർ എന്ന ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ട ദുഷ്യന്തിനെ പ്രിയ തന്റെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. തുടർന്ന് യുവാവിനെ തടങ്കലിലാക്കി പിതാവിനോട് 10 ലക്ഷം രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ടു. ഇതിൽ 3 ലക്ഷം രൂപ അവൾക്ക് ലഭിച്ചു. എന്നാൽ പിന്നീട് ദുഷ്യന്തിന്റെ ഡെബിറ്റ് കാർഡുമായി പുറത്തുപോയ പ്രിയ ATMിൽ നിന്ന് പണം പിൻവലിച്ചത് വലിയ അബദ്ധമായി മാറി. ഇതോടെ താൻ പിടിക്കപ്പെടുമെന്ന് പ്രിയയ്ക്ക് ഏകദേശമൊക്കെ ഉറപ്പായി. ഇതിന് പിന്നാലെ തന്നെ പ്രിയ ചെയ്തത് അതിക്രൂരമായൊരു കൊലപാതകമായിരുന്നു. താൻ പിടിക്കപ്പെടുമെന്ന് തോന്നിയപ്പോൾ പ്രിയ തന്റെ കൂട്ടാളികളുമായി ചേർന്ന് ദുഷ്യന്തിനെ കൊന്ന് ശരീരം വെട്ടി കഷ്ണങ്ങളാക്കി ട്രോളി ബാഗിൽ നിറച്ച് ഡൽഹിയിൽ വിജനമായൊരു പ്രദേശത്ത് ഉപേക്ഷിച്ചു. കാമുകനായ ദിക്ഷന്ത് കമ്രയുടെ കടബാധ്യത തീർക്കാനായിരുന്നു ഇവർ ദുഷ്യന്തിനെ ബന്ദിയാക്കി മോചനദ്രവ്യം ആവശ്യപ്പെട്ടത്. ഈ പ്രിയയെ വിവാഹം ചെയ്യാൻ പോകുന്ന ഹനുമാൻ പ്രസാദ് ജയിലിലെത്തുന്നതാകട്ടെ അതിലും ക്രൂരമായ കൂട്ടക്കൊലപാതകത്തിലൂടെയായിരുന്നു. ഒരു കുടുംബത്തിലെ 5 പേരെയാണ് ഇയാൾ വെട്ടിനുറുക്കിയത്. തന്നേക്കാൾ 10 വയസ്സ് മുതിർന്ന തായ്ക്കൊണ്ടോ താരമായ സന്തോഷ് എന്ന കാമുകിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഹനുമാൻ പ്രസാദ് ഈ കൊലപാതകമൊക്കെ നടത്തിയത്. 2017 ഒക്ടോബർ 2 രാത്രി ഇവർ ഭർത്താവിനെ കൊല്ലാൻ പ്രസാദിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. പ്രസാദ് ഒരു സഹായിയുമായി അവിടെ എത്തുകയും മൃഗങ്ങളെയൊക്കെ കശാപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കത്തി ഉപയോഗിച്ച് സന്തോഷിന്റെ ഭർത്താവ് ബൻവാരിലാലിനെ അതിക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തു. സന്തോഷിന്റെ 3 കുട്ടികളും അവരോടൊപ്പം താമസിച്ചിരുന്ന ഒരു ബന്ധുവും ഈ കൊലപാതകത്തിന് സാക്ഷിയായി. പിടിക്കപ്പെടുമെന്ന് ഭയന്ന സന്തോഷ് തന്റെ സ്വന്തം കുഞ്ഞുങ്ങളെയും ബന്ധുവിനെയും കൂടി കൊല്ലാൻ പ്രസാദിനോട് ആവശ്യപ്പെടുകയാണ്. പ്രസാദ് അതെല്ലാം അതേപടി അനുസരിച്ചു. സന്തോഷ് ഒഴികെ ആ വീട്ടിലുണ്ടായിരുന്ന മറ്റെല്ലാവരെയും അയാൾ കൊന്നുകളഞ്ഞു. ആൽവാറിനെ ഞെട്ടിച്ച കൂട്ടക്കൊലപാതകമായിരുന്നു അന്ന് നടന്നത്. ഇത്തരത്തിൽ അതിക്രൂരമായ കൊലപാതക പശ്ചാത്തലമുള്ള 2 പേരാണ് ഒന്നിക്കാൻ പോകുന്നത്. എന്തായാലും കൊല്ലപ്പെട്ട ദുഷ്യന്ത് ശർമ്മയുടെ കുടുംബം പരോളിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. സമൂഹത്തിന് വലിയ ഭീഷണിയായി ഇത്തരം കുറ്റവാളികൾക്ക് പരോൾ നൽകുന്നത് തന്നെ തെറ്റായ സന്ദേശം നൽകുമെന്നാണ് ഉയരുന്ന വിമർശനം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.